എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തിലെങ്ങുമില്ലാത്ത സ്പോൺസർഷിപ്പ് വിസ സമ്പ്രദായം അല്ലെങ്കിൽ ഖഫാല സമ്പ്രദായമാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് ഖഫീലാകുന്നത് എങ്ങനെയാണെന്നോ ഇസ്ലാം മതാചാര പ്രകാരം ഇതെങ്ങനെ ശരിയാകുമെന്നോ ഞങ്ങൾക്കറിയില്ല. ഒരാളുടെ ഖഫീൽ ദൈവം മാത്രമാണ്. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുകയായി. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിന്റെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഫുട്ബോൾ കളിക്കൊപ്പം സാമൂഹിക ഉത്തരവാദിത്വം കൂടി നിറവേറ്റി കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖരായ അൽ ഖോബാർ യുണൈറ്റഡ് ക്ലബ് ശ്രദ്ധേയമാകുന്നു. എൻവിസാഗുമായി സഹകരിച്ച് ദമാം മീഡിയ ഫോറം എൻഡോസൾഫാൻ ഇരകൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണ ഫണ്ടിലേക്ക് 50,000 രൂപ നൽകിയാണ് ക്ലബ്ബ് മാതൃകയായത്. 5ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ABC കാർഗോ ഫുട്ബോൾ ഫെസ്റ്റിന്റെ ഫൈനൽ ദിവസം മീഡിയ ഫോറം പ്രോജക്ട് കോർഡിനേറ്റർ TPM ഫസൽ ക്ലബ് ചെയർമാൻ രാജു K ലൂക്കോസിൽ നിന്നും തുക ഏറ്റുവാങ്ങി. പ്രസിഡന്റ് റിയാസ് ബാബു വാണിയമ്പലം, ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ അഷ്റഫ് തലപ്പുഴ, മീഡിയ ഫോറം അംഗങ്ങളായ PT അലവി, MM നവീൻ, അബ്ദുൽ അലി കളത്തിങ്ങൾ, ചെറിയാൻ കിടങ്ങന്നൂർ, സുബൈർ ഉദനൂർ, മുജീബ് കളത്തിൽ എന്നിവർ സംബന്ധിച്ചു. അസുഖം ബാധിച്ച് സാമൂഹ്യ പ്രവർത്തകർ നാട്ടിലെത്തിച്ച അമ്പലപ്പുഴ സ്വദേശി അജയകുമാറിന് തബൂക്കിലെ മാസ് സനയ്യ യൂണിറ്റ് സ്വരൂപിച്ച ചികിത്സാ സഹായം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് മാസ് തബൂക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ണി മുണ്ടുപറമ്പിൽ കൈമാറി. ഇദ്ദേഹത്തിന്റെ 7 വയസ്സുള്ള മകന് ഓപ്പറേഷൻ വേണമെന്നിരിക്കെയാണ് അജയകുമാറിന് അസുഖം ബാധിച്ചത്. കയറി കിടക്കാൻ പോലും ഒരിടമില്ലാത്ത അവസ്ഥയിലാണ് അജയകുമാറിന്റെ കുടുംബം. വാടക വീട്ടിൽ കഴിയുന്ന ഇവർക്ക് നാട്ടുകാർ ഒരു ഷെഡ് പണിത് കൊടുത്തിട്ടുണ്ട്. ഈ കുടുംബത്തെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്കായി അമ്പലപ്പുഴ SBI ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 327701136963. ഒരിക്കൽ കൂടി 327701136963. 17 വർഷങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് വടകര സ്വദേശി രാജൻ ബഹ്റൈനിലേക്ക് പോകുന്നത്. 2012 വരെ വീടുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന ഇദ്ദേഹം പിന്നീട് വിളിയോ മറ്റ് യാതൊരു രീതിയിലുള്ള ബന്ധപ്പെടലുകളോ ഇല്ലാതെയായി. അച്ഛനെ കണ്ട ഓർമ്മ പോലുമില്ല ഇളയ മകൾ സിൽജയ്ക്ക്. രാജനെ തേടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. രാജന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ഇവരോട് തന്നെ ചോദിക്കാം രാജനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ. രാജൻ എന്ത് ജോലിക്കാരനാണ്? ഈ 17 വർഷം മുമ്പ് പോകുന്നത് ആദ്യത്തെ പോക്കാണോ അത് അതിനു മുമ്പ് പോയി? 3 തവണ പോയിട്ടുണ്ട്. 3 തവണ പോയി. മൂന്നാമത്തെ തവണയാണ് പോയിട്ടാണ് ഈ 17 വർഷമാകുന്നത്. ഇത് 4ാമത്തെ തവണയാണ്. നിങ്ങൾ ആരാ? മകനാണ്. എത്ര മക്കളാ രാജന്? 3. ഈ 3 പേരുമാണ് നിങ്ങൾ? അമ്മ. നിങ്ങളൊക്കെ ജോലിയുള്ളവരാണ്? പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ രാജന് ഇങ്ങനെ കുടുംബമായിട്ട് ഇങ്ങനെ ദീർഘകാലം? ഇപ്പോൾ ബഹ്റൈനിൽ പറഞ്ഞാൽ നമ്മൾ ധാരാളം വടകരക്കാരുള്ളൊരു സ്ഥലമാണ്. അവിടെ കണ്ടമാനം ബഹ്റൈൻകാരുണ്ടെന്നാണ് വടകര ആ ഭാഗത്തുള്ള ആളുകൾ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്, പ്രത്യേകിച്ച് ബഹ്റൈൻ ഭാഗത്ത്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ വിളിക്കുമ്പോൾ ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ വരാത്തത്. പ്രത്യേകിച്ച് പേപ്പർ ശരിയായില്ല അതേ പറയും. പിന്നെ വീട് മാറ്റണം എന്ന് പറഞ്ഞു, വീട് മാറ്റിയെടുത്തു. എന്നാൽ വരാമെന്ന് പറഞ്ഞു. വീട് മാറ്റിയെടുത്തപ്പോൾ പറഞ്ഞു പേപ്പർ ശരിയല്ല, ഇപ്പോൾ വരാൻ പറ്റില്ല. വീട് മാറ്റാൻ കാശൊക്കെ അയച്ചു തന്നു? കാശ് കുറച്ച് വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങൾക്കെല്ലാം വിളിക്കുന്നുണ്ട്. 2007 അമ്മ മരിച്ചപ്പോൾ വിളിച്ചു, പിന്നെ 2009 അച്ഛൻ മരിച്ചപ്പോൾ വീണ്ടും വിളിച്ചു. അപ്പൊ വേറെ എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ പുള്ളി? ആദ്യം ഇവിടുന്ന് ചീട്ടുകളി ഉണ്ടായിരുന്നു ആദ്യം നാൾ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയതാണ്. മദ്യപാനം ഇല്ല. ചീട്ടുകളിയാണ് അല്ലേ? മദ്യപാനത്തേക്ക് അപകട ചില സമയത്ത് വിളിക്കുമ്പോൾ ഇങ്ങനെ നാളെ വരാൻ പറ്റുന്ന വരാമെന്ന്. ആള് പൊതുവെ കുറച്ച് നന്മയൊക്കെയുള്ള ആളാണെന്നാണ്. പൂർണ്ണമായിട്ട് നിങ്ങളെ മറന്നില്ലല്ലോ പുള്ളി അല്ലേ? എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കുന്നുണ്ടാവും. ചിലപ്പോൾ പുള്ളിക്ക് വരാൻ കഴിഞ്ഞിട്ടാവും
ചിലപ്പോൾ വിളിച്ചിരുന്നു, കുറേ ഡ്രസ്സൊക്കെ അയച്ചു. ഓ എല്ലാം വീട്ടിലെല്ലാവർക്കും ഡ്രസ്സൊക്കെ എല്ലാം അയച്ചു തന്നിനും. ഡ്രസ്സൊക്കെ അയച്ചു. ആ നിങ്ങൾ സംസാരിക്കാറുണ്ട് എല്ലാവരും? ഓ, നമ്മൾ സംസാരിക്കാറുണ്ട്. പുള്ളി പൊതുവെ സ്നേഹമുള്ള ആളായിട്ട് എനിക്ക് തോന്നണം. ശരിയാണോ ഞാൻ പറയണത്? അല്ല, സ്നേഹം ഇപ്പോൾ നിങ്ങൾ ചോദിക്കാനാണ് 17 കൊല്ലം പുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വരുമായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ എങ്കിൽ പോലും പുള്ളി പൂർണ്ണമായിട്ട് നിങ്ങളെ തിരസ്കരിച്ചില്ല എന്നൊരു ഒരു ഒരു പക്ഷം എൻ്റെ ഭാഗത്ത് ഉണ്ടായുള്ളൂ. ഇവളച്ഛനെ കണ്ടിട്ടില്ല. ഓ ഇവൾക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല. ഇവൻ ഒന്ന് പഠിക്കുമ്പോൾ ഇപ്പം എത്ര വയസ്സുണ്ടാവും? ഓ 55 വയസ്സ്. 55. ഇവളൊക്കെ പഠിച്ചു. ഡിഗ്രി ഓ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഓനൊന്ന് പഠിക്കാൻ പോയതാ. ഡിഗ്രി കഴിഞ്ഞ മോളാ? +2 കഴിഞ്ഞു. +2. നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ജോലി ചെയ്യും. അദ്ദേഹത്തിന്റെ കല്യാണത്തിന്റെ സമയത്തൊക്കെ വിളിക്ക്, എല്ലാ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഇടപെടലുകളെല്ലാം ഉണ്ട്. ഭാര്യ വീട്ടുകാരെ വിളിച്ച്, ഭാര്യനെ വിളിച്ച് എല്ലാം ചെയ്തു. നമുക്കിപ്പോൾ പുള്ളിയൊന്ന് വരട്ടെ എന്ന് എനിക്ക് തോന്നുന്നത്. വളരെ ഏറ്റവും ആവശ്യം മറ്റുള്ള പ്രശ്നത്തെക്കാൾ കൂടുതൽ ഇവർക്ക് ആൾ വരിക എന്നുള്ളതാണ്. മറ്റുള്ളതൊക്കെ സൈഡ് ഇതാണ്. അപ്പോൾ മോളെ കല്യാണത്തിൻ്റെ 1, 2, 3 വർഷം കഴിഞ്ഞാൽ മോള് കല്യാണം കഴിക്കാറായി. അപ്പോൾ രാജൻ വരികയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? വേറൊരു മുഷിച്ചിലൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും എന്തെങ്കിലും തെറ്റോ അതൊന്നും ഉണ്ടായില്ലല്ലോ? ഒരു പിണക്കോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഗൾഫുകാർക്ക്. സാധാരണ ചില ആൾക്കാർക്ക് കുടുംബത്തോടൊക്കെ ഒരു പിണക്കം തോന്നും. ഒരു ദിവസം 5 പ്രാവശ്യം വിളിക്കും. ഓ വിളിച്ചിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ വിളിക്കും. കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കും. എന്നോട് വണ്ടിക്ക് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വണ്ടിക്ക് ബുക്ക് ചെയ്ത് വണ്ടിക്ക് ബുക്ക് ചെയ്ത് വണ്ടി ഞാൻ മേടിച്ച് പൈസ ഒന്നും കിട്ടിയില്ല. കുറച്ച് പൈസ കിട്ടി. പിന്നെ പേപ്പർ റെഡി ആയില്ല. കുറച്ച് പൈസ മുമ്പിൽ വന്നു. അത്രയും ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പുള്ളിക്ക് തരണ്ടെന്നുള്ളത് കൊണ്ടല്ല, അത് പുള്ളിയിൽ കിട്ടിയത് തന്നു എന്നുള്ളതാണ്. ആദ്യം ഓഫർ ചെയ്യുമ്പോൾ തനിക്ക് ഫുള്ളായിട്ട് തരാമെന്നുള്ളൊരു പ്രതീക്ഷ പുള്ളിക്ക് ഉണ്ടാവും. പക്ഷെ പുള്ളിയുടെ ബാക്കി ചില കളിയൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ ബാക്കി അത്രയും ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് തന്നു. അപ്പോൾ അതിൽ തരണേനൊന്നും ഒരു പിശുക്കുള്ള ആളല്ല. പിന്നെ ചില മനുഷ്യ സാഹചര്യങ്ങൾ ഇങ്ങനെ പെട്ടു. ഒരിക്കൽ ഒരു കുറച്ച് കാലം വീടായിട്ട് വിട്ടു നിന്നാൽ പിന്നെ വിട്ടു നിൽക്കാനുള്ള പ്രവണത കൂടും മനുഷ്യൻ. അമ്മയും അച്ഛനും മോനെ കാണാണ്ട് തന്നെ മരിച്ചു പോയി. ബഹ്റൈനിലെ പ്രവാസലോകം പ്രവർത്തകരോടാണ്. വടകരക്കാരനായ രാജൻ 17 വർഷമായിട്ട് വീട്ടിലേക്കില്ല എന്നുള്ളതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം പ്രവാസലോകത്തിൽ എനിക്കുണ്ടായിട്ടുള്ളത്. ബഹ്റൈനിൽ നിന്നാണ് ദീർഘകാലം ഇങ്ങനെ നാട്ടിൽ വരാത്ത ആളുകൾ പ്രത്യക്ഷപ്പെടുന്നത്. 2 കണാരന്മാരെ നമുക്ക് ഓർമ്മയുണ്ട്. 18 വർഷവും 12 വർഷവും ആയ കണാരന്മാരുടെ സ്റ്റോറി നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഒരു രാജൻ 17 വർഷവുമായിട്ട് നമ്മളെ മുന്നിലെത്തിയിരിക്കുക. രാജൻ കുറേയും കൂടിയും വ്യത്യസ്തമായിട്ടുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. പൂർണ്ണമായിട്ട് വീടിനെ തിരസ്കരിച്ചിട്ടില്ലാത്ത, പൂർണ്ണമായി വീടിനെ മറന്നിട്ടില്ലാത്ത ഒരാളാണ് രാജൻ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഇവരുമായി സംസാരിച്ചപ്പോൾ. വീടുമായി നിരന്തര സമ്പർക്കം പുലർത്തുമ്പോഴും വീട്ടിലേക്ക് വരാൻ എവിടെയോ ചില തടസ്സങ്ങൾ രാജന് നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നത്. രാജൻ വിചാരിച്ചാൽ വരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ പ്രവാസലോകം പ്രവർത്തകരൊക്കെ ഒന്ന് രാജനെ കണ്ടൊന്ന് സംസാരിച്ചാൽ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് രാജന് വരാൻ പറ്റുന്ന അവസരമുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. ആരൊക്കെ ഒന്നും കൂടി ഒന്ന് പുഷ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. അത്രയേ ഉള്ളൂ. ആ പുഷിങ്ങാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. രാജൻ മാനസികമായിട്ട് 100% വരണ്ട എന്നുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജൻ എന്തായാലും ഈ പ്രോഗ്രാം കാണും. ചിലപ്പോൾ തോന്നും എന്തിനാണ് മക്കൾ ഈ പ്രോഗ്രാമിൽ പോയി എന്നെ ബുദ്ധിമുട്ടിച്ചത് എന്ന് തോന്നും. ഇതൊക്കെ നിങ്ങളെ വരാൻ പ്രേരിപ്പിക്കുകയുള്ളൂ. ഒരു ഫോൺ ചെയ്തുകൊണ്ടൊന്നും നിങ്ങൾ വരില്ല. നമ്മളെ പോലത്തെ ചില കക്ഷികൾ ടി വിയിൽ വരുമ്പോഴേ നിങ്ങൾ വരാൻ തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ വരുമ്പോൾ കൂടെ കുറേ ആളും കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ മാത്രമല്ല നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഞാൻ ടെലിവിഷനിലൂടെ വരുമ്പോൾ നേരിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ ഉപദേശിച്ച് നാട്ടിലേക്ക് അയക്കുന്നു. അപ്പോൾ അതൊരു കുറ്റമല്ല. നിങ്ങളുടെ ഭാഗത്ത് ഒരു വലിയ കുറ്റമെന്ന് തോന്നില്ല. അങ്ങനെ പെട്ടുപോകുന്ന കുറേ മനുഷ്യർ നമ്മുടെ മുമ്പിൽ കടന്നു പോയിട്ടുണ്ട്. അതിലൊരാളാണ് രാജൻ. അപ്പോൾ തീർച്ചയായിട്ടും രാജനോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കാലം നിങ്ങൾ വേസ്റ്റാക്കിയിരിക്കുന്നു.
കുടുംബജീവിതം, മക്കൾ ഒക്കെ ഇനി വേസ്റ്റാക്കല്ല. മകളെ കല്യാണമുണ്ട്, മകൻ കല്യാണം കഴിച്ചിരിക്കുന്നു, അതിന് നിങ്ങൾ സജീവമായിട്ട് ഉപദേശങ്ങളും സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളോടുള്ള ഒരു 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 എനിക്കുള്ള ഒരു സ്നേഹം കിടക്കുന്നത്. രാജൻ മറ്റുള്ള ആളുകൾ, ഇവിടെ വരുന്ന ആളുകളെ പോലെ ആയി എനിക്ക് തോന്നുന്നില്ല. കുടുംബത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അങ്ങനെ കാറ് വാങ്ങിക്കാൻ പോലും പൈസ അയച്ചു കൊടുത്ത അച്ഛനാണ്. ചെറുതോ വലുതോ ആവട്ടെ. അപ്പോൾ രാജൻ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളെ മക്കളൊക്കെ ഒന്നും കൂടി കാണാം. ഭാര്യയെ ദീർഘകാലമായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യയെ കാണാം. കാലം കടന്നു പോയിരിക്കുന്നു എന്നുകൂടി നിങ്ങൾ ഓർക്കണം. അപ്പോൾ ആ ഒരു നല്ല കാലമൊക്കെ കടന്നു പോയിട്ടും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭാര്യയും, ബാല്യം മുഴുവൻ മാറി യൗവനത്തിലേക്കും മറ്റും കടന്നു വരുന്ന മക്കളും ഒക്കെയുള്ള ഒരു ലോകത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. അതിന് ഞങ്ങളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. രാജന് നാട്ടിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ഒരു പ്രശ്നവുമില്ല അത്ര വലിയ. ഇനിയൊക്കെ ഇവിടെ വന്നിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ഒരു ടിക്കറ്റ് എടുക്കാൻ നോക്കുക. പ്രവാസലോകം പ്രവർത്തകർ പ്രതിനിധിപ്പോഴുള്ള ആളുകൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തെ നാട്ടിലേക്ക് വരാൻ പ്രേരിപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യാമറയുമായിട്ടായിരിക്കണം രാജൻ്റെ അടുത്തേക്ക് പോകേണ്ടത് എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. രാജൻ തീർച്ചയായിട്ടും നാട്ടിലേക്ക് വരും എന്ന പ്രത്യാശയോടുകൂടി ഈ കുടുംബത്തെ ഞാൻ തിരിച്ചയക്കുകയാണ്. എന്താ പറയുള്ളത്? മോള് പറ. കരഞ്ഞൂലോ? മോള് കണ്ടല്ലേ? അതാണ് ഈ കരച്ചിലിൻ്റെ പ്രധാന പ്രശ്നം. അച്ഛൻ ഉണ്ട് എങ്കിലും അച്ഛൻ ആരാണെന്ന് മോള് കണ്ടിട്ടില്ല. ആ സങ്കടമാണ് രാജൻ മോള് കാണിക്കുന്നത്. അതാണ് മോളിങ്ങനെ തുടക്കത്തിലേ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും പറ. അച്ഛനോട് പറ, നാട്ടിലേക്ക് വരണം. ചില കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. പറയാ അച്ഛനോട്. ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഫോൺ വിളിക്കുമ്പോ ഒക്കെ പറയാൻ വരാനാണ്. ചെറിയ പരിഭവം ഉണ്ട് മോൾ. ഇനിയൊന്നും പറയല്ല. രാജൻ തന്നെ കേട്ടാ. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ബിബിൻ 2005 ഒരു സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കായി കുവൈറ്റിലേക്ക് പോകുന്നത്. 1.5 വർഷക്കാലം വീടുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ പിന്നീട് വിളിക്കാതെയായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം ഇദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു. എന്നാൽ അതും അധികകാലം നീണ്ടു നിന്നില്ല. ബിബിന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ വിഷമിക്കുകയാണ് ബിബിൻ്റെ അച്ഛനും അമ്മയും. ബിബിന് എത്ര വയസ്സായി? 31. 9 കൊല്ലമായപ്പോൾ 22 വയസ്സിൽ പോയി. എത്ര വരെ പഠിച്ചു? 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്തായിരുന്നു ജോലി? ഇവിടെ മണൽ വാരൻ്റെ ഇതിനൊക്കെ പോയി ഒക്കെ ആയിരുന്നു. കുവൈറ്റിലല്ലേ അല്ലേ? കാശൊക്കെ അയച്ചല്ലോ. ആദ്യ ടൈമിനൊക്കെ പൈസയൊക്കെ 1 വർഷത്തോളം ഇതൊക്കെ ചെയ്താൽ അന്നൊക്കെ ശമ്പളം കുറവായിരുന്നു. അപ്പം അതനുസരിച്ച് 2 മാസം ഗ്യാപ്പിട്ടൊക്കെ പൈസയൊക്കെ അയച്ച് തന്നിരുന്നു. 1-2 മാസം കൂടുമ്പോൾ വളരെതായിട്ട് ഇതുവരെ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എത്ര കാലം? 1.5 വർഷത്തോളം അങ്ങനെ നീണ്ടു വിളിയൊക്കെ ആയിട്ട് പോയി. പിന്നെ അങ്ങനെ വിളിക്കാറില്ല. അപ്പോൾ ഇവന് ലോൺ എടുത്തിട്ടാണ് ഇവന് വിട്ടത്. ലോൺ ഒരു കുറി വിളിച്ചിട്ട്. എത്ര റുപ്യ? 1,32,000 കുറി നഷ്ടത്തിനാണ് വിളിച്ചത്. 1,32,000. എത്ര റുപ്യ കൊടുത്തു എനിക്ക് വിസയ്ക്ക്? 2,10,80 മൊത്തം ആയി. കാരണം ബാംഗ്ലൂർ 3 അറബികൾ വരുന്നുണ്ട്, അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് എടുക്കാനും പിടിക്കാനും ഒക്കെ കൂടി നല്ലൊരു കാശായി. ഈ വിളിച്ച കാശ് മുഴുവൻ കിട്ടൂല. അപ്പം അതിന് ഒരു മാസക്കൂടെ ഇതിൽ കുറച്ച് കാശ് മാറിക്കഴിഞ്ഞപ്പോൾ പൈസ ഷോർട്ടായി. പിന്നെ ഞാൻ ഓരോ വീടുകളിൽ പരിചയമുള്ള വീടുകൾ, ബന്ധക്കാരുടെ വീടുകളിലൊക്കെ ഇറങ്ങി പിടിച്ച് ആളെ വിട്ടു. ഇപ്പോൾ ഓരോരുത്തർ മറ്റു ശല്യപ്പെടുത്തി ഇതൊക്കെ ആയി. പിന്നെ അല്ലാതെ തന്നെ ബാങ്കുകളിൽ ലോൺ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നിൽക്കൽ തന്നെയാണ് ഈ കുറി പിടിച്ചു വിട്ടത്. അപ്പോൾ വിപിൻ എന്താ പറയാറ്? അവൻ വളരെ ഇതൊക്കെ ആയിരുന്നു. വീട്ടിൽ നിന്ന് പോണേക്കുമ്പോൾ അങ്ങനെ മറ്റുള്ള ദുർശീലങ്ങൾ മറ്റുള്ളതൊന്നുമില്ല. ഇപ്പോൾ കൂട്ടുകാരെ പോലെയൊക്കെ ആയിരുന്നു. എന്നെ പേരൊക്കെ വിളിക്കും, അമ്മനെ പേര് വിളിക്കും, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഒപ്പുമായിരുന്നു. പിന്നെ മറ്റുള്ള കൂട്ടുകാരൊക്കെ വളരെ ഇത് ഹാപ്പിയായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. അവരുടെ വീടുകളിലൊക്കെ ഇടയ്ക്ക് ചെല്ലും വിളിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടി അവരുടെ വീടുകളിലൊക്കെ ചെല്ലും, കൂട്ടുകാരുടെ വീടുകളിലൊക്കെ. അപ്പോൾ നല്ലൊരു ഇതൊക്കെയാണ്. അവന് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ
ഒരു ഇതുകൊണ്ടിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു. ഓ അവൻ്റെ ഒരു ഇതിൻ്റെ പേരിലാണ് അവൻ ചെയ്യാത്തതെന്ന് പറഞ്ഞു. അവൻ്റെ സ്വന്തം ഒരു നിലപാട്. ആ പിന്നിപ്പോൾ ആൾ വെളിയിലൊന്നുമില്ല. ഇപ്പം ആരെ കൂടെയാണ് അവിടെ? കൂട്ടുകാരെ കൂടെയാണോ അതോ? കൂട്ടുകാരല്ല, ഇപ്പം ആദ്യം പോയിരുന്നൊക്കെ വേറെ റൂമിലൊക്കെ വേറെ റൂമിലാന്ന് പറഞ്ഞു. കൂട്ടുകാരെ കൂടെ അല്ല. മദ്യപാനം ഉണ്ടാ? അതൊന്നുമില്ല. ആ ശീലങ്ങളും ഇവിടെ വെച്ചുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ചെന്നതിന് ശേഷം തുടങ്ങിയൊന്നും അറിയില്ല. അറിയില്ല. ഇവിടെയൊക്കെ ഷെഡിലൊക്കെ പോയി. പക്ഷെ എങ്ങനെ ഞാൻ ചോദിക്കുന്നതേ, ഇപ്പോൾ ഈ മദ്യപാനമല്ല 1.5 വർഷം കാശൊക്കെ അയച്ചു, അതിന് ശേഷം എന്ത് പറ്റിയൾക്ക്? ഇപ്പം 10 അവൻ തന്നെ പറഞ്ഞു വിളിച്ച സമയത്ത് ഓട്ടയും അടക്കം 10-60,000 ശമ്പളം കിട്ടണം. ഞാൻ ചോദിക്കുന്നതല്ല, ഇയാൾ ഈ കാശ് എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ അറിയില്ല ഞങ്ങൾക്ക്. ഓ അത് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണല്ലോ. അതായത് ഇയാൾക്ക് മദ്യപാനം പോലുള്ള ദുശ്ശീലങ്ങളില്ല. അപ്പോൾ 1.5 കൊല്ലം വീട്ടിലേക്ക് കാശ് അയച്ചു. 1.5 കൊല്ലത്തിന് ശേഷം ഇയാൾ കാര്യമായിട്ട് വിളിയില്ല. പിന്നെ ഒന്നും അയച്ചിട്ടില്ലല്ലോ, ഇതുവരെ ഒന്നും അയച്ചിട്ടില്ല. അപ്പോൾ അതായത് 7.5 കൊല്ലമായിട്ട് ഇദ്ദേഹം ഒന്നും അയക്കുന്നില്ല. അപ്പോൾ 7.5 വർഷം ജോലി ചെയ്ത ഒരാൾക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ലോ, കുറച്ച് കാലമൊക്കെ ജോലി ഇല്ലാതിരുന്നാലും. അപ്പോൾ ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല രീതിയിലൊക്കെ നീങ്ങിയിരുന്ന ആളാണ്. വീട്ടിലൊക്കെ വെച്ച് പോണ സമയത്ത് നാട്ടിൽ നിന്ന് പണിയെടുത്തോട് ജീവിച്ച ആധാരം കൊണ്ടുവച്ചിട്ടൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇപ്പം അത് വീട്ടിൽ ചെല്ലുമ്പോൾ പേടിയാണ്. ഇപ്പം ഞാൻ കൂലിപ്പണിക്ക് വേണം. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വല്ല രജിസ്റ്റർ നോട്ടീസ് വന്നിട്ടുണ്ടാവോ, വക്കീൽ നോട്ടീസ് എന്തെങ്കിലും വന്ന സഭയിൽ നിന്ന് വന്നിട്ടുണ്ടാവോ, അല്ലെങ്കിൽ വക്കീൽ അയച്ചിട്ടുണ്ടാവോ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വരും തോന്നിപ്പോകും. വിപിൻ കേട്ട് കാണും, 9 കൊല്ലത്തെ താങ്കൾ പോയി കുടുംബത്തെ സംരക്ഷിച്ചതിൻ്റെ കഥയാണ് അച്ഛനും അമ്മയും ഇവിടെ വന്നിരുന്ന് പറയുന്നത്. വ്യക്തമായ കാരണങ്ങളൊന്നുമില്ല നിങ്ങൾ കാണിക്കുന്ന തോന്നിയാസത്തിന്. 1.5 വർഷം നിങ്ങൾ പൈസ അയച്ച്, നിങ്ങൾക്ക് ജോലിയുണ്ട്, കടം വാങ്ങിച്ചയച്ച്, എന്നിട്ട് കടം വാങ്ങിച്ചയച്ച ആളുകളെ ദുരിതത്തിൽ തള്ളി നീക്കിയിട്ട് നിങ്ങളവിടെ ഇങ്ങനെ വിലസി നീക്കുക. നിങ്ങൾ ചിലപ്പോൾ ക്ഷുഭിതനായേക്കും ഇത് കാണുമ്പോൾ. നിങ്ങൾ ശരിയല്ല ചെയ്യുന്നത് വിപിൻ, നിങ്ങൾ ഒട്ടും ശരിയല്ല ഈ ചെയ്യുന്നത്. ഒരു ന്യായം വേണ്ടോ എല്ലാത്തിനും? ഒരു ദീർഘകാലമായിട്ട് വീട്ടിലേക്ക് കാശും അയക്കില്ല, അച്ഛനെ വിളിക്കുകയല്ല, അമ്മയെ വിളിക്കുകയല്ല, അവർ കടം വാങ്ങിയിട്ട് അയക്കുക. സാധാരണക്കാരായ തൊഴിലാളി കുടുംബത്തിൽ പെട്ട നിങ്ങൾ ഇത്രയും മോശപ്പെട്ടൊരു രീതിയിൽ കാര്യങ്ങൾ കാണുക. അതുകൊണ്ട് വിപിൻ പുനർചിന്തനം ചെയ്യണം നിലപാടുകൾ. വീട്ടിലേക്ക് കാശ് അയക്കുക, നാട്ടിൽ വരിക, വിവാഹം കഴിക്കുക, ഇതൊക്കെ തനിക്ക് ചെയ്യാനുള്ള. ഇനി അച്ഛനും അമ്മ എന്താ ചെയ്യുക? അതിനോട് പാസ്പോർട്ട് എടുത്തേക്കാൻ പറഞ്ഞു. പിന്നെ എന്തിനാ പാസ്പോർട്ട് എടുത്തേക്കാൻ പറഞ്ഞത്? എനിക്ക് വിസ അയക്കാൻ പറ്റില്ലെങ്കിൽ? അപ്പോൾ വെറുതെ അവിടെ എന്തോ പരിപാടി ഉണ്ട്, അതെനിക്കറിയാം. എന്തോ പരിപാടി ഉണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം. അല്ലാണ്ട് ഇപ്പം എങ്ങനെ ഉണ്ടാവും? 7.5 കൊല്ലം നല്ല ശമ്പളമൊക്കെ ജോലിയൊക്കെ ഉള്ള ഒരാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ നിലപാട് ശരിയല്ല. അല്ലെങ്കിൽ അച്ഛനും അമ്മയോടൊക്കെ പറയണ്ടേ? കുടുംബം ഉപേക്ഷിക്കുക, ആകെയുള്ളൊരു പ്രതീക്ഷയാണ് നിങ്ങൾ. അപ്പോൾ കളിതമാശകൾ ഒഴിവാക്കിയിട്ട് വീട്ടിലേക്ക് വിളിക്കുമോൻ കേട്ടാ. ഞങ്ങളെ പ്രവർത്തകർ വന്ന് കാണും നിങ്ങളെ, യാതൊരു സംശയമില്ല. അപ്പോൾ അവരോട് സഹകരിച്ച് നാട്ടിലൊന്ന് വാ. നാട്ടിൽ വന്നിട്ട് അച്ഛനും അമ്മയുടെ ഒക്കെ കൂടെ നിന്ന് അവരുടെ ജീവിതമൊക്കെ ഒന്ന് കാണും. എന്നിട്ട് അവിടെ നിങ്ങൾ ജീവിക്കുന്ന അവസ്ഥയും കൂടി ഒന്ന് താരതമ്യപ്പെടുത്ത് വന്നിട്ട്. ഇവൻ കുടുംബസ്ഥനാവണം കേട്ടാ. വളരെ ചെറുപ്പാ, ജീവിതം കരുപ്പിടിപ്പിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ അങ്ങനെ തുടങ്ങിയാൽ പിന്നെ എങ്ങനെ ശരിയാവുക? അപ്പോൾ കഴിയുന്നത് വേഗം നാട്ടിൽ വരിക, കുടുംബത്തോടൊപ്പം നിൽക്കുക. സഹോദരനെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട, അത് ഞാൻ പറയേണ്ട കാര്യമല്ല. വീട്ടിലേക്ക് വരിക എന്നുള്ളത് നിങ്ങളെ കർത്തവ്യമാണ്. നിങ്ങളെ കാണാതായ രീതിയിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് അവരിവിടെ വന്നത്. തീർച്ചയായിട്ടും പ്രവാസ ലോകം പ്രവർത്തകർ നിങ്ങളോട് വരികയും സംസാരിക്കുകയും ചെയ്യും. കഴിയുന്നത് വേഗം അച്ഛനും അമ്മയും വിളിക്കുക, കാശയക്കുക, വീട്ടിലേക്ക് വരാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. പ്രവാസ ലോകം പ്രവർത്തകർ വിപിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ പൊക്കോ, വിപിൻ്റെ വിവരം ഉണ്ടാവും കേട്ടോ. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതാകുന്ന ആളിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസ ലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 98479
201004. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. ഗൾഫ് മുഴുവൻ വ്രതശുദ്ധിയുടെ നാളുകളിലാണ്. ജീവിതത്തിലും ആരോഗ്യത്തിലും നിഷ്ഠയോടെ നല്ലതു മാത്രം ചെയ്യുവാൻ ഞങ്ങളുടെ പ്രവാസികൾക്കാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു അധ്യായത്തിലൂടെ. അതുവരെ നന്ദി, നമസ്കാരം.